സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 991 മുതൽ 1000 വരെയുള്ള നാമങ്ങൾ എന്ന് നമുക്ക് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല, തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം, അത് 9 ദിവസത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർച്ച് 3-ാം തീയതിയാണ് പൊങ്കാല സമർപ്പിക്കുന്ന ദേവിക്ക്. അപ്പോൾ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പൊങ്കാല തന്നെയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് സ്ത്രീകൾ എത്തുന്നു. മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് പോലും വന്ന് പൊങ്കാലയിടുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ ആറ്റുകാൽ ദേവീക്ഷേത്രം തിരുവനന്തപുരത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രാധാന്യമുള്ള, അതുപോലെ തന്നെ അതിപുരാതനമായ ഒരു ക്ഷേത്രം, ദേവീക്ഷേത്രം തന്നെയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. മാത്രമല്ല ഇവിടെ ഈ ഉത്സവം കുംഭമാസം എന്ന് പറയുന്നത് അത്രയും ചൂട് കൂടിയ സമയത്ത് പോലും എന്താ പറയുക, പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നിട്ടാണ് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ അറിയിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. അപ്പോൾ നമുക്കിന്ന് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ അവസാനത്തെ ഭാഗം എന്ന് നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ലളിതാ സഹസ്രനാമം, അത് 1 മുതൽ 1-ാമത്തെ ഒരു നാമം തൊട്ട് പറയാൻ ഉള്ള കഴിവ് അതെല്ലാം തന്ന ആ ഭഗവതിയെ പ്രണമിച്ചുകൊണ്ട്, എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിച്ചുകൊണ്ട്, വന്ദേ ഗുരു പരമ്പരാം, ഗുരുഭ്യോ നമ, ഗണേശായ നമ, സരസ്വതിയെ നമ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം 991 മുതൽ 1000 വരെയുള്ള ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങളാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഷഡദ്വാതീത രൂപിണി അവ്യജകരണാമൂർത്തേ അജ്ഞാനദ്വാന്ത ദീപിക ആബാലഗോപവിദിത സർവാനുല്ലംഘി ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുര സുന്ദരി ശ്രീ ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക. ആ ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്ന ഷഡദ്വാതീത രൂപിണി അവ്യാജകരണാമൂർത്തി അജ്ഞാനദ്വാന്ത ദീപിക ബാലഗോപവിദിത സർവാനുല്ലംഘി ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുര സുന്ദരി ശ്രീ ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക. ആ ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്ന നാമങ്ങൾ. അപ്പോൾ 991-ാമത്തെ നാമം ഷഡദ്വാതീത രൂപിണി. ഷഡ് എന്ന് പറയുമ്പോൾ 6 മാർഗങ്ങൾക്ക് അതീതമായ രൂപമുള്ളവൾ ദേവി എന്നാണ് അർത്ഥം. അപ്പോൾ 6 മാർഗങ്ങൾ വിവിധ തരത്തിലുള്ള ഉപാസനാ മാർഗങ്ങളാണ്. ശൈവം ശിവ ആരാധന, വൈഷ്ണവം വിഷ്ണു ആരാധന, ദൗർഗം ദുർഗയെ സംബന്ധിച്ച ആരാധന, അർക്കം സൂര്യദേവനെ സംബന്ധിച്ചത്, ഗാണപത്യം ഗണപതിയെ സംബന്ധിച്ചത്, ഹിന്ദു സംഭവം ജൈന ദർശനം. ഇതാണ് 6 മാർഗങ്ങൾ. ഈ മാർഗങ്ങൾക്ക് അതീതമായ രൂപം എന്നുള്ള ദേവി എന്നാണ് അർത്ഥം. അപ്പോൾ 992 അവ്യാജകരണാമൂർത്തി. ശ്രീദേവിയുടെ വിവിധ അവതാരങ്ങളും ഭാവങ്ങളും ആരാധനാ വിധികളും ഒക്കെ തന്നെ ഉപാസകനും ദേവിയുമായുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടിയാണ് അവ്യാജകരണാമൂർത്തി എന്ന നാമം. അതായത് നിഷ്കപടമായ കാരുണ്യം തന്നെ മൂർത്തിയായ സ്ഥിതി ചെയ്യുന്ന ദേവി. അപ്പോൾ ആ ഒരു ദേവിയുടെ നാമങ്ങൾ ചൊല്ലും തോറും ആ ഒരു ദേവിയുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഉപാസകൻ്റെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത് കാപഢ്യമില്ലാത്തതായിട്ട് ഉള്ള കരുണയായിട്ട് മാറും. ആ കാരുണ്യം, നിഷ്കപടമായ കാരുണ്യം, അത് ദേവി ആ ഭക്തനിൽ, ഉപാസകനിൽ ചൊരിയുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് ആ കാരുണ്യം തന്നെ മൂർത്തിയായ ദേവി എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കൊണ്ട് ധർമ്മത്തിൽ നിന്നോ ഒക്കെ ഒരു ഭ്രംശം സംഭവിക്കാം.
അങ്ങനെയാണെങ്കിലും നമ്മൾ അതിനെ ഒന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആ ഒരു ഉപാസന മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ജീവിതം എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഉപാസകന്, ഒരു ഭക്തന് ഈ ദേവിയെ ഉപാസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാർഗ തടസ്സം വന്നാലും പിന്നെ അതിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ നാമം പറഞ്ഞായിരുന്നു. ജഗദംബ അവ്യാജമായ കരുണ തന്നെയാണ്. അപ്പോൾ കരുണ തന്നെയാണ് ജഗദംബ അല്ലെങ്കിൽ ദേവി എന്ന്. ഇനി 993 അജ്ഞാന ദ്വാന്ത ദീപിക, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിന് ദീപമായിട്ടുള്ളവൾ. അപ്പോൾ എല്ലാ ഇരുട്ടും അജ്ഞാനം കൊണ്ടാണല്ലോ ഇരുട്ട്, അതായത് അറിവില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ ഇരുട്ട്. ആ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന ഇരുട്ടിന് മാർഗദീപമായിട്ട് ദേവി ഉപാസകൻ്റെ അജ്ഞാനത്തെ അല്ലെങ്കിൽ മനസ്സിലെ അന്ധകാരത്തെ മാറ്റുന്നു. അതുകൊണ്ട് അവ്യാജ കാരുണ്യം കൊണ്ട് ദേവി ഉപാസകൻ്റെ മനസ്സിലെ അജ്ഞാനജന്യമായ ഇരുട്ടിനെ അകറ്റുന്നു എന്ന്. അപ്പോൾ ദയാപൂർവം ദേവി ആ ഒരു ഉപാസകൻ്റെ മനസ്സിൽ ജ്ഞാനദീപം ജ്വലിപ്പിച്ചുകൊണ്ട് തമസിനെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദേവിയുടെ ആ ഒരു കാരുണ്യമാണ് ഇവിടെ പറയുന്നത്. ഇനി 994 ആബാലഗോപവിദിത. അപ്പോൾ എല്ലാ ചെറിയ കുട്ടികളും പശുപന്മാരും ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്നവൾ. വിദിത എന്ന് പറയുമ്പോൾ അറിയാവുന്നവൾ. ആബാലം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടി മുതൽ വയസ്സായവർ വരെ ആബാലവൃന്ദം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള എല്ലാവരും. ഗോപവിദിത ഗോപന്മാർ. ഇപ്പോൾ നമ്മൾ കൃഷ്ണാവതാരത്തെ കുറിക്കുന്നു ആ ഒരു ഗോപവിദിത എന്നൊക്കെ പറയുന്ന ആ ഭാഗം. ആബാലഗോപം, ഗോപ എന്ന് പറയുമ്പോൾ ആ ഗോപാലനായിട്ട് കൃഷ്ണനായിട്ട് കാലിമേച്ച് നടന്ന കഥയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ആ കാലി മേച്ച കണ്ണൻ. അങ്ങനെ ഉള്ള ആ ഒരു എല്ലാ ചെറിയ കുട്ടികൾക്കും ഗോപന്മാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്നവൾ. അപ്പോൾ അതുപോലെയാണ് ജ്ഞാനികളായ പണ്ഡിതന്മാർക്ക് മാത്രമല്ല. അപ്പോൾ ഗോപന്മാരെന്ന് പറയുമ്പോൾ അവർ അധികം വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്മാരോ ആയിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പോലും അറിയാവുന്നവളാണ് ദേവി എന്ന്. അപ്പോൾ പണ്ഡിതന്മാർക്ക് മാത്രമല്ല ദേവിയെ അറിയാൻ കഴിയുക, എല്ലാ തരത്തിലുള്ള ജ്ഞാനികളായിട്ടുള്ളവരും അതിന് പാമരന്മാർക്കും പണ്ഡിതന്മാർക്കും അക്ഷരാഭ്യാസമില്ലാത്ത ഗോപന്മാർക്കും ബുദ്ധി വളർന്നിട്ടില്ലാത്ത കൊച്ചുകുട്ടികൾ, അതാണ് ആബാലഗോപവിദിത എന്ന് പറയുന്നത്. അറിയാവുന്ന മാഹാത്മ്യമുള്ള ദേവി എന്ന് അർത്ഥം. ഇനിയിവിടെ 995 സർവാൻ ഉല്ലംഘ്യ ശാസന. സർവാൻ ഉല്ലംഘ്യ, പിന്നെ എല്ലാവരാലും ലംഘിക്കാനാകാത്തതാണ് ഉല്ലംഘ്യ. ശാസനയോട് കൂടിയവൾ, ശാസന ആജ്ഞ. അപ്പോൾ ആർക്കും ദേവിയുടെ ശാസനയെ ലംഘിക്കാൻ കഴിയില്ല, അത്രയ്ക്കും ഗംഭീരമാണ്. ദേവിയുടെ ശാസന അനുസരിച്ചാണ് പ്രപഞ്ചം തന്നെ വർത്തിക്കുന്നത് എന്ന് പറയുന്നു. ആർക്കും ഒന്നിനും ആ ആജ്ഞാശക്തിയെ അതിലംഘിക്കാൻ കഴിയില്ല എന്ന്. മറ്റെല്ലാത്തിനെയും ഉല്ലംഘിക്കുന്ന ശാസനയോട് കൂടിയവൾ ദേവി എന്ന് അർത്ഥം. ഇനി അടുത്ത 996 ശ്രീചക്രരാജനിലയ. ശ്രീചക്രം നിലയമായിട്ടുള്ള ദേവി എന്ന് ഒരുപാട് നമ്മൾ നാമങ്ങളിൽ പറഞ്ഞു. അതിൽ തന്നെ ശ്രേഷ്ഠമാണ് രാജശബ്ദം. രാജം എന്ന ശ്രീചക്രരാജ. അപ്പോൾ ശ്രീചക്രത്തിൽ അതിൻ്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്നു രാജ എന്ന് പറയുന്ന ആ ഒരു പദം. അപ്പോൾ ശ്രീചക്രം നിലയമായുള്ളവൾ എന്ന് പറയാം. രാജശബ്ദം ശ്രേഷ്ഠമായ ശ്രീചക്രം നിലയമായിട്ടുള്ളവൾ. ശ്രീചക്രത്തിൻ്റെ രാജം എന്ന് പറയുന്ന കേന്ദ്ര ബിന്ദുവാണ്. അതുതന്നെ നിലയമായിട്ടുള്ളവൾ ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 997 ശ്രീമത് ത്രിപുര സുന്ദരി. ശ്രീമതിയായിട്ടും ത്രിപുരൻ്റെ ശിവൻ്റെ സുന്ദരി ഭാര്യയായിട്ടും സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ 3 പുരങ്ങളുള്ളവനാണ് ത്രിപുരൻ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 മൂർത്തികളെ ചേർത്തിട്ടാണ് ത്രിപുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രിപുരങ്ങളുള്ള പരമശിവൻ്റെ സുന്ദരി ദേവി എന്നും പറയാം. അല്ലെങ്കിൽ ത്രിപുരത്തിന് കുറേ വ്യാഖ്യാനങ്ങളുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അത് 3 ത്രിപുരമായിട്ട് പറയും. ഈ 3ലും സ്ഥിതി ചെയ്യുന്ന സുന്ദരി അല്ലെങ്കിൽ എന്നും, അല്ലെങ്കിൽ 3 ദേവന്മാർ, അല്ലെങ്കിൽ 3 ശക്തികൾ, 3 സ്വരങ്ങൾ, 3 ലോകങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. 3 കാലങ്ങൾ, 3 വർണ്ണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ, അങ്ങനെയൊക്കെ പറയാം.
അവിടെയൊക്കെ നിലകൊള്ളുന്ന ദേവി, ഇവയിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരി എന്നുള്ള അർത്ഥമാണ്. ശ്രീമത് ത്രിപുര സുന്ദരി, ഈ ത്രിപുരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരിയായ ദേവി, അതായത് ശിവൻ്റെ പത്നിയായ ദേവി എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം. 998 ശ്രീ ശിവ. ശിവശബ്ദം എന്ന് പറയുന്നത് മംഗളം, ശുഭം, ഭാഗ്യം, സന്തോഷം ഇതൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ ദേവി ശുഭരൂപിണിയാണ്, മംഗളരൂപിണിയാണ്, ആനന്ദമയിയാണ്, മുക്തിരൂപിണിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ശിവൻ്റെ രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്നും, ശിവ എന്ന് പറയുമ്പോൾ ശിവനിൽ നിന്നും ഭിന്നയല്ലാത്തവൾ ദേവി, ശിവപത്നി എന്നാണ്. ശിവ എന്ന് പറയുമ്പോൾ ശിവൻ. ഇനി ശിവ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ്, അത് ശിവപത്നി എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി 999 ശിവശക്തിഐക്യ രൂപിണി. ശിവശക്തികളുടെ ഐക്യം തന്നെ രൂപമായിട്ടുള്ളവൾ, അതായത് ദേവി എന്ന് പറയുന്ന ശിവനും ശക്തിയും ചേർന്ന ആ ഒരു ശക്തി തന്നെ രൂപമായിട്ടുള്ള ദേവി എന്ന ദേവിക്കൊരു നാമം കൊടുത്തിരിക്കുന്നു. കാരണം വിളക്കിൽ നിന്ന് പ്രകാശം, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിൽ നിന്ന് പ്രകാശം ഭിന്നമല്ലാത്തതുപോലെ ശിവനിൽ നിന്ന് ശക്തിയും ഭിന്നമല്ല, അതുപോലെ തന്നെ ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല എന്നും. അതുകൊണ്ടാണ് ശ്രീ ശിവ ശക്തി ഐക്യരൂപിണി എന്ന് പറയുന്നത്. അപ്പോൾ ശിവനും ശക്തിയും ശിവശക്തികളുടെ ഐക്യം തന്നെ രൂപമായിട്ടുള്ളവൾ ദേവി എന്ന് അർത്ഥം. ഇനി അടുത്തത് 1000 നാമം, 1000 അവസാനത്തെ നാമം. അപ്പോൾ ലളിതാംബിക എന്നാണ്. ലളിതയും അംബികയുമായിട്ടുള്ളവൾ. അപ്പോൾ ദേവി പരബ്രഹ്മമാണ്. ലളിത എന്ന് പറയുമ്പോൾ പരബ്രഹ്മം, അപ്പോൾ ദേവി പരബ്രഹ്മം തന്നെയാണ് എന്നും. അതുപോലെ അംബികയാണ്, അമ്മയാണ്. അപ്പോൾ പരബ്രഹ്മമായിട്ടും അംബികയായിട്ടും പരാശക്തിയായിട്ടും സർവ്വജഗത്തിൻ്റെയും അമ്മയായിട്ടും ഉള്ള ദേവി എന്ന അർത്ഥം. അപ്പോൾ തുടക്കം നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ തുടക്കം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നായിരുന്നല്ലോ. അപ്പോൾ അതിലും ശ്രീമാത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു ശബ്ദം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു ശബ്ദം പോലെ തന്നെയാണ് അവസാനവും അമ്മേ എന്ന് പറയുന്ന ആ ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. ലളിത എന്ന പദത്തിന് പരബ്രഹ്മം എന്ന അർത്ഥമാണ്. അപ്പോൾ ദേവി പരബ്രഹ്മം തന്നെയാണ് എന്നും അങ്ങനെ അംബികയുമാണ്. അതാണ് പരബ്രഹ്മമായിട്ടുള്ള അംബികയായിട്ടുള്ള ദേവി എന്ന്, പരാശക്തിയായിട്ടുള്ള സർവ്വജഗത്തിൻ്റെയും അമ്മയായിട്ടുള്ള ലളിതാംബിക. അതാണ് അവസാനത്തെ നാമം. 1000 ലളിതാംബിക. അപ്പോൾ ദേവി ഈ ജഗത്തിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര മൂർത്തി തന്നെയാണ് ദേവി എന്നും നമുക്ക് പല പല നാമങ്ങളിൽ മനസ്സിലായി. അതുപോലെ തന്നെ ത്രിമൂർത്തികളുടെ പോലും അമ്മയായിട്ടുള്ള ദേവി, പ്രപഞ്ചത്തിൻ്റെ അമ്മയായിട്ടുള്ള ദേവി, ഇങ്ങനെ പല രീതിയിൽ ദേവിയുടെ ആ ഒരു ദേവി അമ്മയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്രയും നല്ല ഒരു ദേവി ചൈതന്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ആറ്റുകാൽ അമ്മയ്ക്ക് ഈ ഒരു ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം തന്നെ സമർപ്പിക്കുന്നു. അതുപോലെ 1000 നാമങ്ങൾ പറയാനും അത് ഈ ഒരു ദിവസം ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ സമയത്ത് തന്നെ അത് പറയാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പനും സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അതുപോലെ ആറ്റുകാലമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ലളിതാംബികയ്ക്ക് നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. അപ്പോൾ ഈ ഒരു ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.